സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹാസിബ് റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നഹ്നു ലാ നുരീദു അൻ നമൂത ഹത്താ നതൂബ. നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് റബ്ബിന് തൗബ ചെയ്ത് മടങ്ങണം, തൗബയില്ലാതെ ഒരിക്കലും ഞാൻ മരണപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്ത നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ്? വല നതൂബു ഹത്താ നമൂതു. ഇത്രയെല്ലാം ബോധം ഉണ്ടായിട്ട് പോലും പക്ഷേ മരണം വരെ നമ്മളാരും തൗബ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വളരെ ഗൗരവമേറിയ ഒരു ഉപദേശമാണ്. കാരണം നമുക്കൊക്കെയും അറിയാം, നാം എത്രമാത്രം ദോഷം ചെയ്തവരാണ്, എത്രമാത്രം പാപങ്ങൾ ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത ഓരോരോ പാപങ്ങൾ എടുത്ത് അവനം നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ എത്രമാത്രം ശിക്ഷകൾ നാം അനുഭവിക്കേണ്ടി വരും. പക്ഷേ അതിനെക്കുറിച്ചൊരു ഓർമ്മ നമുക്കില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിക്കും, എന്ത്, നാം മരണപ്പെടുന്നതിന് മുമ്പ് എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തൗബ ചെയ്ത് ഒരു നല്ല മനുഷ്യനായി മരണപ്പെടണമെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും നാം തൗബ ചെയ്യണമെന്നുള്ള ചിന്തയിലേക്ക് നാം പോകുന്നില്ല. നാളെ തൗബ ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൗബ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇനി റമദാൻ വരാനുണ്ടല്ലോ, ആ റമദാനിൽ തൗബ ചെയ്ത് നന്നാകാം എന്ന് നാം ഇങ്ങനെ നീട്ടി വെക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മരണം എപ്പോഴാണെന്നറിയില്ല. അതെ, ഇവിടെ നാളെ ഉണ്ടാകും, ചിലപ്പോൾ അടുത്ത കൊല്ലമുണ്ടാകും, പക്ഷേ നമ്മളുണ്ടാകുമോ എന്നറിയില്ലല്ലോ. ചിലപ്പോൾ അതേ അടുത്ത റമദാൻ ഉണ്ടായാലും നമ്മളുണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് തന്നെ നാം റബ്ബിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം ദോഷം ചെയ്തവരാണ്, അത്രമാത്രം പാപം ചെയ്തവരാണ്. നോക്ക്, മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെയും എടുത്തു നോക്കിയപ്പോൾ അതേ അവരുടെ ജീവിതത്തിൽ ഒരു പാപവുമില്ല, ഒരു ദോഷവുമില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെയും എത്രമാത്രം ഗൗരവത്തോടു കൂടെയാണ് അവർ കണ്ടത്. റബ്ബ് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുമെന്നല്ല പേടിയായിരുന്നു അവർക്ക്. അതേ, ചില മഹാന്മാർ ഉളൂഇന്റെ ഒരു സുന്നത്ത്, ഒരു ദിവസം ചെറിയൊരു സുന്നത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മരണം വരെ ദുഃഖിച്ചവർ അതേ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലുണ്ട്. കേവലം ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവിടെയാണ് നാം നമ്മളോട് ചോദിക്കേണ്ടത്. എത്ര ഹറാമിയത്താണ് ഈ കണ്ണുകൊണ്ട് നാം കണ്ടത്, നമ്മുടെ കൽബ് കൊണ്ട് എത്ര ഹറാമിയത്താണ് നാം ചിന്തിച്ചത്. അതേ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എത്ര ഹറാമിയത്തുകളാണ് നാം ചിന്തിച്ചത്, നാം ചെയ്തത്. എന്നിട്ടുപോലും അതേ നാം അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മുടെ മനസ്സ് തോന്നുന്നില്ല. ഒന്നും കൂടി ഹറാമിയത്ത് ചെയ്തിട്ട് പിന്നെ നന്നാകാം എന്നുള്ളൊരു ചിന്തയിലാണ് നാം പലപ്പോഴും ഉണ്ടാകുന്നത്. ഒരിക്കൽ പോലും അങ്ങനെ ആയി പോകരുത്. അതേ, ഏതു സമയത്തും അള്ളാഹു നമ്മെ ശിക്ഷിക്കും, ഏതു സമയത്തും അസ്റായിൽ നമ്മുടെ മുമ്പിൽ വരും. ആ സമയത്ത് നാം തൗബ ചെയ്താൽ ഒരിക്കലും റബ്ബ് നമ്മെ സ്വീകരിക്കില്ല. അതേ, തൗബ ചെയ്ത് ക്ലിയറായി ഏത് സമയത്തും അസ്റായിൽ നമ്മളെ മുമ്പിൽ വന്നാൽ ഞാൻ റെഡിയാണ് അല്ലാഹുവിലേക്ക് പോകാൻ എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ എത്രമാത്രം പാപങ്ങൾ ചെയ്ത്, എത്രമാത്രം ദോഷങ്ങൾ ചെയ്ത് ഒരു നിലക്കും ആഖിറത്തിലേക്ക് വേണ്ടി നാം റെഡിയാകാതെ, ഒരു നിലക്കും അള്ളാഹുവിൻ്റെ ചിന്തയില്ലാതെ ഒരു ജീവിതത്തിൽ നാം ഇങ്ങനെ നയിക്കുമ്പോൾ ഞാൻ മരണപ്പെടാൻ ഇനിയും കുറേ കാലങ്ങളുണ്ടാകുമെന്ന് ചിന്തിച്ച് അതേ നാം ഇങ്ങനെ ധിക്കാരത്തോടു കൂടെ ജീവിക്കുമ്പോൾ അതേ ഒരു ദിവസം അസ്റായിൽ നമ്മളെ മുമ്പിൽ വരും, അസ്റായിൽ നമ്മെ പിടിക്കും. ആ സമയത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടാവില്ല. പിന്നീട് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ നമുക്കൊക്കെയും അറിയാം, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നാം രക്ഷപ്പെടില്ല. അല്ലാഹു നമ്മെ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നാം രക്ഷപ്പെടുകയില്ല. നാമെല്ലാവരും
ദോഷികളാണ്, ധാരാളം ദോഷം ചെയ്തവരാണ്. അതേ, തൗബ ചെയ്യാനും ധാരാളം നമുക്കുണ്ട്. അതേ, ആ ദോഷങ്ങളൊക്കെയും റബ്ബ് പൊരുത്തപ്പെടിപ്പിക്കാതെ നാം ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ തീർച്ചയായും ഭയാനകമായ ഒരു ജീവിതമായിരിക്കും നമ്മുടെ ആഖിറം ജീവിതം. ഇതൊക്കെയും നമുക്കറിയാം. എന്നിട്ട് പോലും നാം ആരും തൗബ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഉപദേശം, ആ ചോദ്യം എന്തുമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം അങ്ങനെയൊന്നുമല്ല. അവരെല്ലാവരും അള്ളാഹുവിന് വേണ്ടി തയ്യാറായി, മരണത്തിന് വേണ്ടി തയ്യാറായി ജീവിച്ചവരാണ്. അവരൊക്കെയും ചോദിക്കുന്നത് നമ്മളോടാണ്, നാം എത്രമാത്രം അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു? അതേ, മരണത്തിന് വേണ്ടി തയ്യാറായി നാം ചെയ്ത ദോഷങ്ങളൊക്കെയും തൗബ ചെയ്ത് അതേ മരണത്തിന് വേണ്ടി എത്രമാത്രം നാം തയ്യാറായിട്ടുണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. തൗബ നാളെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാമെന്നോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ചെയ്യാമെന്നോ ഒരിക്കലും പോലും നാം നീട്ടി വെക്കരുത്. ഇന്ന് തന്നെ ചെയ്യണം, ഇന്ന് തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങണം, ഇന്ന് തന്നെ നാം നന്നാകണം. ആ നന്നാകാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.